കർത്താവിൻ്റെ ധന്യമായ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് കൃപ നൽകിയതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ അത് കർത്താവ് തന്നെ വിചാരിക്കണം. മനുഷ്യരായ ഞങ്ങൾക്ക് എല്ലാത്തിനും പരിധികളുണ്ട്, പരിമിതികളുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നിരുന്നുവെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ. എന്നാൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയും ഉണ്ടാവുകയില്ല എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. അങ്ങയുടെ തിരുവചനത്തിൽ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വായിക്കുന്നത്. സ്തോത്രം. യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിൽ പ്രവാചകൻ ഒരു വാക്യം ഇങ്ങനെ ഓർപ്പിക്കുന്നു. അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ സൈന്യങ്ങളുടെ യഹോവ ആണയിട്ട് അരുളി ചെയ്യുന്നത്, ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും, ഞാൻ നിർണയിച്ചതുപോലെ നിവൃത്തിയാകും. സ്തോത്രം. പ്രവാചകൻ ആണയിട്ട് ഉറപ്പിച്ചു പറയുകയാണ്. ദൈവം തന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതിന് പ്രകാരം തനിക്ക് കിട്ടിയ ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാട് അനുസരിച്ച് പ്രവാചകൻ പറയുന്നത് ദൈവം നിർണയിച്ചതുപോലെ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ആ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പശ്ചാത്തലം അത് എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. സ്തോത്രം. ഏതൊരു മനുഷ്യനെയും ഉയർത്തുന്നതും താഴ്ത്തുന്നതും ദൈവമാണ്. മനുഷ്യർക്ക് സ്വയമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്ത് ഉയരാൻ ബുദ്ധിമുട്ടാണ്. ദൈവം അനുവദിക്കാതെ ഒരു മനുഷ്യനും ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ സാധ്യമല്ല. കാരണം ദൈവം അനുകൂലമായില്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളോ നമ്മുടെ പ്രവൃത്തികളോ ഒന്നും അത് നന്നായിരിക്കുകയില്ല എന്ന് ദൈവവചനവും നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ആ യെശയ്യാവിൻ്റെ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ അടുത്ത വാക്യം പ്രവാചകൻ ഓർപ്പിക്കുന്നത്, സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവൻ ആര്? അവൻ്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കാകുന്നവൻ ആര്? സ്തോത്രം. ദൈവം പറഞ്ഞിരിക്കുന്നു, ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? അതെ, ഞാൻ എന്നോട് പ്രാർത്ഥിക്കുന്ന എൻ്റെ മക്കളുടെ ആവശ്യത്തിന് വേണ്ടി, അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇതാ ഞാൻ അവരെ അനുഗ്രഹിക്കുവാൻ കൈ നീട്ടിയിരിക്കുകയാണ്. ലോകത്തിലെ ഏതെങ്കിലും ഒരു ദുഷ്ടശക്തിക്ക്, പിശാചിന് തന്നെ ദൈവത്തിന് നീട്ടിയ കരത്തെ മടക്കുവാൻ സാധിക്കുമോ? ദൈവം ഒന്ന് നിർണയിച്ചാൽ അത് നടപ്പിലാക്കാതെ ദൈവത്തെ പിന്തിരിപ്പിക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇതാ ദൈവസന്നിധിയിൽ നിന്ന് കരയുകയും നിലവിളിക്കുകയും ചെയ്യുന്ന ധാരാളം പേരുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രതിസന്ധികൾ ധാരാളമാണ്. വ്യത്യസ്തമായ അനുഭവങ്ങളിൽ കൂടി, ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോകുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവം നിശ്ചയമായും സഹായിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. സ്തോത്രം. കാരണം സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ദൈവം ഭംഗം വരുത്തുകയില്ല. എളിയവരുടെ നിലവിളിയെ അവൻ തള്ളിക്കളയുകയുമില്ല. ആര് ദൈവസന്നിധിയിൽ താഴ്ന്നിട്ടുണ്ടോ, ആര് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വന്നിട്ടുണ്ടോ, അവരെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ദൈവം അവരെ വിട്ടിട്ടില്ല. എങ്കിൽ ഇന്നത്തെ ദിവസം നമുക്ക് വ്യക്തമായ ഒരു ധാരണ വേണം. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ചിലപ്പോൾ അത് നാം ചിന്തിക്കുന്ന ദിവസമായിരിക്കണമെന്നില്ല, അത് വേറൊരു ദിവസമായിരിക്കും. ദൈവത്തിൻ്റെ സമയത്താണ്, ദൈവത്തിൻ്റെ ദിവസത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. 25 വർഷം ജീവിതത്തിൽ മക്കളില്ലാതെ നടന്ന അബ്രഹാമിന് അത് അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. 75-ാമത്തെ വയസ്സിലാണ് ദൈവം അബ്രഹാമിന് മക്കളെ നൽകാമെന്ന് പറഞ്ഞത്. പക്ഷേ 100-ാമത്തെ വയസ്സിലാണ് ഒരു മകനെ ലഭിച്ചത്. 25 വർഷം അബ്രഹാമിന് കാത്തിരിക്കേണ്ടി വന്നു. അബ്രഹാമിൻ്റെ ആയുസ് 170 വയസ്സ് വരെ ആയിരുന്നു. അതുകൊണ്ട് അതൊരു വിഷയമല്ല. എന്നാൽ
എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ 25 വർഷക്കാലം കാത്തിരിക്കണമെന്നല്ല അതിനർത്ഥം. നിശ്ചയമായും ദൈവം എല്ലാത്തിനും ഒരു സമയം തീരുമാനിച്ചിട്ടുണ്ട്. ദൈവം നിശ്ചയമായും അനുഗ്രഹിക്കും. ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കുമെന്ന് ദൈവം ചോദിക്കുമ്പോൾ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി തടുക്കുവാൻ സാധ്യമല്ല. ദൈവം അനുഗ്രഹിക്കുവാൻ കരം നീട്ടിയിരിക്കുന്നെങ്കിൽ ആ കരം മടക്കുവാൻ ആർക്കും സാധ്യമല്ല. ദൈവം ഒന്ന് നിർണയിച്ചിട്ടുണ്ട്, ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഏത് വിഷയമായാലും വിശ്വസിക്കുക. ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും എന്ന് ഉറച്ചു വിശ്വസിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നിശ്ചയമായും ആ അത്ഭുതം ഞാൻ കാണുകയും അത് ഞാൻ പ്രാപിക്കുകയും ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിക്കണം. ദൈവത്തിന് സ്തോത്രം. കാരണം ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഇന്ന് വരെ ദൈവം പറഞ്ഞ ഒരു കാര്യം സാധ്യമാകാതെ ഉള്ളത് ഈ ലോകത്തിൽ ആർക്കെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ? ഇല്ല. വേദപുസ്തകം അതിന് സാക്ഷി പറയുന്നുണ്ട്. ആമേനാൽ ദൈവം അരുളിച്ചതുപോലെ എല്ലാം സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞതെല്ലാം സംഭവിച്ചു. ഈ വർത്തമാനകാലത്തിലും കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വരും കാലങ്ങളിലും ഭാവിയെക്കുറിച്ചുള്ള പ്രവചനം നിശ്ചയമായും പൂർണ്ണമായിട്ട് നിറവേറുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക, പ്രത്യാശയോടെ ഇരിക്കുക. എല്ലാ കാര്യങ്ങൾക്കും ദൈവം പരിഹാരം വരുത്തി നിങ്ങളെ സഹായിക്കും. വേഗത്തിൽ മറുപടി ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെന്ന് ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് ദിവസത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പലവിധമായ ആവശ്യഭാരങ്ങളാൽ കർത്താവെ നിലവിളിക്കുന്ന അനേക ഭക്തന്മാർ കർത്താവെ ദൈവമക്കൾ ഈ ലോകത്തുണ്ട്. കർത്താവെ, അവരോട് മനസ്സിലാണെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്കൊരു കാര്യവും അസാധ്യമല്ല കർത്താവെ. സ്തോത്രം. കർത്താവെ, രോഗങ്ങളാൽ വലയുന്നവരുണ്ട്, അവരെ സൗഖ്യമാക്കണമേ. കർത്താവെ, സ്തോത്രം. കടഭാരങ്ങളാൽ വലയുന്നവരുണ്ട്, അവരെ വിടുവിക്കണമേ. സ്തോത്രം. ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കർത്താവെ അത്ഭുതത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണമേ. കർത്താവെ, സ്തോത്രം. കർത്താവെ, നല്ല ഭാവിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കർത്താവെ അവരെ കർത്താവ് സഹായിക്കണമേ. കർത്താവ്, ഒരു നല്ല ജീവിത പങ്കാളിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കർത്താവെ അവരെ കർത്താവ് സഹായിച്ച നല്ല തുണകളെ നൽകി മാനിക്കണമേ. കർത്താവെ, സ്തോത്രം. ദൈവമേ, ഉപജീവനത്തിന്റെ വഴികൾ തുറന്നു കൊടുത്ത് കർത്താവെ കടഭാരങ്ങളെ വിടുവിച്ച് രോഗങ്ങളെ സൗഖ്യമാക്കി നല്ല ജീവിത പങ്കാളികളെ നൽകി സ്തോത്രം. ദൈവമേ, ഓരോ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളെ എൻ്റെ കർത്താവ് കർത്താവ് മാനിച്ച് അനുഗ്രഹിച്ച് സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങേക്കൊരു കാര്യവും അസാധ്യമല്ലാതെ ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത ദൈവമേ, അങ്ങ് കർത്താവെ ഈ എളിയവരായ അങ്ങയുടെ ദാസിദാസന്മാരോട് മനസ്സിലെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വേഗത്തിൽ തന്നെ ദൈവത്തിൻ്റെ കരം നീട്ടി പ്രിയപ്പെട്ടവരാണെന്ന് അനുഗ്രഹിച്ചനാട് സ്തോത്രം. അവരുടെ കണ്ണുനീര് കർത്താവ് തുടച്ചനാട് സ്തോത്രം. അങ്ങ് കർത്താവെ എളിയവരുടെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകി സഹായിച്ചനാട് സ്തോത്രം. സകലവും കേൾക്കുന്ന അൻപുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കരുണയുടെ കേട്ട് ഉത്തരമുള്ളവരാകണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. വേഗത്തിൽ മറുപടി ലഭിക്കും. ധൈര്യമായിരിക്കുക, ഉറപ്പായിരിക്കുക. ദൈവം എല്ലാവരും സഹായിക്കട്ടെ. കരിസ്മ പ്രയർ മിനിസ്റ്ററുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.